നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം വന്ന പാളിച്ചകൾ അത് പറ്റിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ നേതൃത്വത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടുത്തെ സംസ്ഥാന ഘടകം തന്നെ അത് സമ്മതിച്ചതുമാണ്. പിന്നീട് എന്താണ് ഇപ്പോൾ നേതൃത്വത്തിനെതിരെ ഈ രീതിയിലുള്ളൊരു വിമർശനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ കാരണം? ഒപ്പം തന്നെ ഈ തെറ്റുതിരുത്തൽ രേഖയെക്കുറിച്ച് ഇപ്പോൾ ബൽറാം പറഞ്ഞു, അത് അതിന് അന്തിമ രൂപമായെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ടോ? നേതൃത്വത്തിനെതിരായ വിമർശനങ്ങൾ താഴെത്തട്ട് മുതൽ സംസ്ഥാന സമിതിയിൽ വരെ നടന്ന ചർച്ചകളിൽ ഉണ്ടായിരുന്നു. അത് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകളുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചരണ ഘട്ടത്തിലുണ്ടായ പാളിച്ചകൾ, അത് സമൂഹ മാധ്യമ പ്രചരണത്തിലടക്കമുണ്ടായ പാളിച്ചകൾ ഉൾപ്പെടെയുള്ളവ സംസ്ഥാന തലത്തിൽ നടന്ന അവലോകന ചർച്ചകളിൽ ഉയർന്ന് വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ എന്നാൽ നേതൃത്വത്തിനുണ്ടായ പാളിച്ചകൾ അത് അതിൻ്റെതായ ഗൗരവത്തോടെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് വീണ്ടും തയ്യാറാക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ തെറ്റുതിരുത്തൽ രേഖയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പാർലമെന്ററിസം എന്നതുമായി ബന്ധപ്പെട്ടുള്ള തെറ്റുതിരുത്തലാണ് ഉദ്ദേശിക്കുന്നത്. ഈ രേഖയിലെ പ്രധാനമായും നിർദ്ദേശിക്കുന്നതും പാർലമെന്ററിസത്തിലുള്ള തെറ്റുതിരുത്തലാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പായി CPM-ന്റെ സജീവ നേതൃനിരയിൽ നിന്നുള്ള നേതാക്കൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സംഭവിച്ചത് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് UDF-ന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുക എന്നുള്ളതാണ്. ഇത് പാർട്ടിയിൽ ഉണ്ടായ ചില തെറ്റുകളുടെ പ്രതിഫലനമാണ് എന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. ഒപ്പം തന്നെ ആലപ്പുഴയിൽ G. സുധാകരൻ പാർട്ടി വിട്ട് പോയതടക്കമുള്ളവ അത് പാർട്ടിയിലുണ്ടായ പാർലമെന്ററി വ്യാമോഹത്തിന്റെ ഭാഗമായ എന്ന വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ നിലവിൽ പാർട്ടിയിലുള്ള നേതാക്കൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ തെറ്റുതിരുത്തൽ ആവശ്യമാണ് എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പാർലമെന്ററിസം എന്നതിൽ തന്നെ രണ്ട് തരത്തിലായി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വ്യാമോഹത്തോട് ഒപ്പം തന്നെ പദവി ലഭിച്ചാൽ മാത്രമേ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ, അല്ലെങ്കിൽ അധികാരത്തിലെത്തിയാൽ മാത്രമേ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്ന തെറ്റിദ്ധാരണയും പാർട്ടിക്കുള്ളിൽ പാർട്ടി നേതാക്കൾക്കുണ്ട്. ഇവ രണ്ടും തിരുത്തപ്പെടേണ്ടതാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്ററിസം എന്നതുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിതിരുത്തൽ നടപടികൾക്ക് സംബന്ധിച്ചുള്ള ഒരു രേഖ, അതിന്റെ കരട് മാത്രമാണ് പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയിരിക്കുന്നത്. ഏത് തരത്തിലാണ് ചർച്ചകൾ വരേണ്ടത്, അതിൽ ഈ രണ്ട് തരങ്ങൾ വ്യാമോഹത്തോടൊപ്പം തന്നെ തെറ്റിദ്ധാരണ എന്നീ രണ്ട് കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും വിശദമായി അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടക്കുക. അതിലൂടെ ആയിരിക്കും എന്തെല്ലാം തെറ്റുകളാണ് തിരുത്തേണ്ടത്, എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വരിക. പ്രജിൻ ക്രിസ്റ്റീന. അതോടൊപ്പം ബൽറാം, ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിപ്പോൾ നേരത്തെ ഈ സംസ്ഥാന ഘടകങ്ങളിലും അതോടൊപ്പം തന്നെ കീഴ്ഘടകങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, അതിൽ പലപ്പോഴും ഉയർന്നു കേട്ടത് പിണറായി വിജയനെ ലാക്കാക്കിക്കൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും സംസ്ഥാന നേതാക്കളെല്ലാം പിണറായി വിജയന് ഒരു പ്രതിരോധം തീർക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് കണ്ടതുമാണ്. ഇത് ഒറ്റൊരാളിലേക്ക് മാത്രം ഒതുങ്ങേണ്ടതല്ല ഈ തോൽവിയുടെ ഉത്തരവാദിത്തം, അത് കൂട്ടായി എടുക്കേണ്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന വലിയ തോൽവിക്ക് അത് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതി ഇല്ല പാർട്ടിക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ നേതൃത്വത്തിന് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് അത് പല നേതാക്കളും നടത്തുന്ന പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ കേന്ദ്ര നേതൃത്വം പറയുന്നു അങ്ങനെയെങ്കിൽ ആ നേതൃത്വത്തിന് പോരായ്മയുണ്ട്, അതിൽ തിരുത്താൻ നടപടികൾ വേണ്ടിയിരിക്കുന്നു എന്ന് കേന്ദ്ര നേതൃത്വം പറയുകയാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ മാറ്റാനുള്ള അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായമോ ഒക്കെ കേന്ദ്രത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണോ? പ്രജിൻ, നിലവിലെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടന്ന ചർച്ചകളിൽ അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും നിലവിലെ ഈ പോളിറ്റ് ബ്യൂറോയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി, സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് തള്ളിയ നടപടി എന്നുള്ളത് ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ കേരള ഘടകത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഈ തിരഞ്ഞെടുപ്പ് നേരിടുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പ്രചരണങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തെ മുൻനിർത്തിയുള്ള പ്രചരണമായിരുന്നു. അത് ഫ്ലെക്സ് ബോർഡുകളാണെങ്കിലും വാചകത്തിലാണെങ്കിലും നേതാക്കളുടെ സംഭാഷണത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്ന നിലയിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒപ്പം തന്നെ പാർട്ടിയെ ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് MV ഗോവിന്ദനാണ്. ഇരുവർക്കും എതിരായ ഒരു തിരിച്ചടി കൂടിയായി തന്നെ ഇതിനെ വിലയിരുത്താം. രണ്ട് നേതാക്കളുമാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തതും. എന്തായാലും ഇവരെ മാറ്റണം എന്നുള്ള നിർദ്ദേശം അത് താഴെത്തട്ടിൽ നടന്ന ചർച്ചകളിൽ പല ഘടകങ്ങൾ
ഘടകങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നതാണ്. താഴെത്തട്ട് മുതൽ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉൾപ്പെടെയുള്ള ഈ അവലോകന യോഗങ്ങളിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്തായാലും നിലവിലെ പോൾ ബ്യൂറോ യോഗത്തിൽ അത്തരം ഒരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടില്ല. എന്നാൽ അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം അത് നിർണായകമാണ്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നു വരിക എന്നുള്ളത് നിർണായക തന്നെയാണ്. എന്നാൽ അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉയർന്നാൽ തന്നെ അത് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു നീക്കമായി മാറും. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ നേതൃത്വം മാറി നിൽക്കുന്ന ഒരു പതിവ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പതിവുള്ളതല്ല. അത് കൂട്ടായ ഉത്തരവാദിത്തത്തിലാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എന്ന തരത്തിൽ തന്നെയാണ് അതിനെ വിലയിരുത്തുക പതിവ്. അത് വിജയമായാലും തോൽവിയായാലും കൂട്ടായ നേതൃത്വത്തിനാണ് അതിന്റെ ഉത്തരവാദിത്തം. എന്നാൽ പുതിയ പശ്ചാത്തലത്തിൽ ഇത്തരം കടുത്ത വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം അതിൽ നടക്കുന്ന ചർച്ചകൾ അത് ഏറെ നിർണായകമാണ്. പ്രജിൻ ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.